ഹലോ, ഞാൻ ഇന്നലെ മലപ്പുറത്ത് പുലാമത്തോൾ അങ്ങനെ ഒരു സ്ഥലത്താണ് സ്റ്റേ ചെയ്തത്. അപ്പം അവിടെ നിന്ന് രാവിലെ ഇറങ്ങി. രാവിലെ വെച്ചാൽ ഒരു 8 മണിക്ക് ഇറങ്ങിയ കേട്ടോ. 8 മണിക്ക് ഇറങ്ങിയിട്ട് രാവിലെ ഇറങ്ങണമെന്നുണ്ടായിരുന്നു വെളുപ്പിന്, പക്ഷെ നല്ല മഴയായിരുന്നു. അങ്ങനെ ഒരു 8 മണിക്ക് ഇറങ്ങി. ഇവിടെ നിന്ന് ഇപ്പം മഞ്ചേരി മുക്കത്ത് താമരശ്ശേരി അടിവാരത്തേക്ക് പോകാനാണ് പ്ലാൻ. ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പം അടിവാരത്തേക്ക് 43 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ ഗൂഗിൾ മാപ്പ് കാണിച്ച വഴി ഞാനിപ്പം വന്ന വഴി തന്നെ കാണിച്ചു തരാം. ഒരു കുത്ത് കയറ്റമായിരുന്നു. ഇനിയിപ്പോൾ കയറാനുള്ളതും ഭയങ്കര കയറ്റമാണ്. അപ്പം കയറ്റം കയറി കുറച്ച് കഴിഞ്ഞാണ്. ഈ കയറ്റം കയറുന്നതിനെക്കാട്ടും പാട് കയറ്റം ഇറങ്ങുന്നതാണ്. കാരണം ഇത്രയും ലഗേജ് ഉള്ളതുകൊണ്ട് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് വലിയ ഇറക്കമാണല്ലോ. ഇതിപ്പം ഒരു ഹൈവേയിലോട്ട് ചെന്ന് കയറും. അവിടെ നിന്ന് മഞ്ചേരി. സോ ഞാൻ അങ്ങനെ ഹൈവേ കയറി. ഈ റൂട്ട് മഞ്ചേരി മുക്കം റൂട്ട്. ഇത് വളാഞ്ചേരി ആ ഭാഗത്തേക്കുള്ള ഞാൻ വന്ന വഴിയാണിത്. ബാഗൊക്കെ അവിടെ ഉണ്ട്. കുറച്ചു നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. മഴയുള്ളപ്പോൾ ഒടുക്കത്തെ മഴയും, വെയിലുള്ളപ്പോൾ ഭയങ്കര വെയിലും, ഒരുമാതിരി കാലാവസ്ഥയാണ് ഇപ്പം. അയ്യോ, ഞാനിപ്പം മങ്കട എത്തിയപ്പം ഫോൺ കഴിക്കാൻ ഈ ബ്രോനെ പരിചയപ്പെട്ട പേരൊന്നും ഷംസീദ്. അപ്പം എൻ്റെ കയ്യിൽ സ്ലീപ്പിംഗ് ബാഗ് ഇല്ലായിരുന്നു. അപ്പം പുള്ളിയുടെ കയ്യിൽ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്. അപ്പം അതെനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മടക്കി ഓനും മടക്കി ഞാൻ മഞ്ചേരി എത്തിയപ്പോഴാണ് മഞ്ചേരി നമ്മളെവിടെ ആനക്കയം അടുത്ത് വെച്ചാണ് ഇവരൊക്കെ കാണുന്നത്. മുടിക്കോട് വടക്കുറമ്പില്ല ആളുകളെ കാണും. എന്താണ് മുടിക്കോട് വടക്കുറം ഒരു കല്യാണത്തിന് വിളിച്ച് ക്യാൻസലാക്കി. ഞാൻ പറഞ്ഞുതരാം, ക്യാൻസലാക്കി. സത്യത്തിൽ കല്യാണത്തിന് കയറണമെന്ന് എനിക്കില്ലായിരുന്നു. പിന്നെ അവർ വിളിച്ചപ്പം പിന്നെ ഫുഡൊക്കെ കിട്ടുന്നുള്ളതുകൊണ്ട് പോയി കഴിച്ച്. നല്ല ഫുഡായിരുന്നു. ബീഫ് ബിരിയാണിയും പിന്നെ നെയ്ച്ചോറും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ വേറെ ഫുഡൊക്കെ കഴിച്ച്. പിന്നെ അവിടെ ഇന്ന് ആണെങ്കിൽ എനിക്ക് സ്ലീപ്പിംഗ് ബാഗ് കിട്ടിയായിരുന്നു. എനിക്ക് അത് പറഞ്ഞാൽ വിശ്വസിക്കാനറിയില്ല. ഞാൻ ഇന്ന് രാവിലെ ഒരു ക്ലബിലായിരുന്നു കിടന്നത് ഇന്നലെ. അപ്പം അവിടെ രാവിലെ ഭയങ്കര മഴ കൊണ്ട് ഞാനിങ്ങനെ മനസ്സിൽ വെറുതെ വിചാരിച്ചേ ഉള്ളൂ, അപ്പം നോർത്തിലോട്ടൊക്കെ പോയാൽ ഭയങ്കര തണുപ്പാവുമല്ലോ, അപ്പം എങ്ങനെ ഞാൻ എൻ്റെ സ്ലീപ്പിംഗ് ബാഗ് ഇല്ല, ഞാനെങ്ങനെ സർവൈവ് ചെയ്യും എന്ന് ഞാൻ ആലോചിച്ചായിരുന്നു. അപ്പോഴാണ് വൈകുന്നേരം എനിക്ക് ആ പുള്ളി എനിക്ക് സ്ലീപ്പിംഗ് ബാഗ് തരുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ബാഗിൻ്റെ വെയിറ്റ് കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ബാഗിൻ്റെ അത് പൊട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ ഞാനിപ്പോൾ മഞ്ചേരി ടൗണിൽ തന്നെ ഇവിടെ ഒരു കോൺട്രാക്ടർ ഞാൻ വഴി വെച്ച് കണ്ടു. ആളുടെ റൂം എനിക്ക് നിൽക്കാൻ തന്നിട്ടുണ്ട്. ആ റൂം അപ്പം നാളെ രാവിലെ ഇവിടെ എവിടെയെങ്കിലും തയ്ക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ ആ ബാഗ് ഒന്ന് തയ്ക്കണം. ഇനി വെയിറ്റ് കൂടിയിട്ടാണെന്ന് അറിയത്തില്ല, അത് പൊട്ടിയിട്ടുണ്ട്. ഞാൻ ഇന്ന് അടിവാരത്തോട്ട് പോകാനായിരുന്നത്. ഇപ്പം ഇവിടെ നിന്ന് ഇനിയൊരു കുറച്ച് ദൂരമുണ്ട്, നല്ല ദൂരമുണ്ട്. അപ്പം നാളെ ഉച്ച വരെയെങ്കിലും ഇവിടെ റെസ്റ്റ് എടുക്കുമായിരിക്കും. എന്നിട്ട് ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങാൻ നിൽക്കാം. നാളെ എന്തായാലും ഞാൻ അടിവാരത്തെത്തും. അപ്പോൾ ഓക്കെ, ബൈ.